ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സേമിയ റെസിപ്പിയാണ്. ഒരു സേമിയ പായസമാണ്. ഒത്തിരി നല്ല ടേസ്റ്റി ഈസിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മധുരം കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കളർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പായസത്തിൻ്റെ കളർ കുറച്ച് റെഡിഷ് കളർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം കാരമലൈസ് ചെയ്യുന്ന ആ ഒരു കളറിലേക്ക് ഒത്തിരി വേണ്ട, ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഞാൻ അത്ര ഇത് കളർ ചേഞ്ച് ആക്കുന്നില്ല. ഇനി അതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ ബട്ടർ ഇട്ടിട്ട് അതും കൂട്ടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഷുഗറും ബട്ടറും നന്നായിട്ട് ചൂടായി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, അതും നല്ല ടേസ്റ്റിയാണ്, അതിൽ കുറച്ച്, അതിന് നല്ല ഷുഗർ ഉള്ളതായതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഷുഗറും ബട്ടറും കൂടെ നല്ല സ്മെല്ലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിലാണ് ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്ന ടൈമിൽ നിങ്ങളുടെ എത്ര ഷുഗർ ഇട്ടു എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇടാൻ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരമാകും. അപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റില്ല. ഞാനിവിടെ നെസ്റ്റീലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒത്തിരി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ 5 സ്പൂൺ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഷുഗർ. അപ്പം അതിനനുസരിച്ചുള്ള മധുരമാണ് ഞാനിപ്പം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ വീഡിയോ കാണുന്നതിനും ചാനൽ വിസിറ്റ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻറ്റ് ഇടുന്നതിനും ഒക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഇതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ് നന്നായി ചൂടായി അതിൻ്റെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഫുൾ ഫാറ്റ് പാലാണെങ്കിൽ, ഫുൾ ക്രീം മിൽക്ക് ആണെങ്കിൽ നിങ്ങളതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് തിളപ്പിച്ചെടുത്താൽ മതിയാവും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ബട്ടർ ഇടുന്നുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും എല്ലാം കൂടി ഒത്തിരി ഭയങ്കരമായിട്ടുള്ള കൊഴുപ്പായിരിക്കും. അപ്പോൾ എപ്പോഴും ഫുൾ ക്രീം മിൽക്കാണെങ്കിൽ എപ്പോഴും നമ്മളെടുത്ത അത്രയും പാലിൻ്റെ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെയും കുറച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ചില പായസങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു മത്ത് പിടിച്ച പോലെ, തലയ്ക്ക് പിടിച്ച പോലെ തോന്നും. അതിങ്ങനെ ഒത്തിരി കൊഴുപ്പൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ അതിന് ടേസ്റ്റും മാറില്ല, പാലിൻ്റെ ഒപ്പം തന്നെ അതേ ടേസ്റ്റിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. ഒരു ടേസ്റ്റിന് വേണ്ടി ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. അതിന് മുന്നേ നമുക്ക് ഇതിന് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി പാലൊക്കെ നന്നായി ചൂടായി വന്നു. അതിനുശേഷം ഞാനതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഇനി സേമിയ ഇട്ടിട്ട് അതിൻ്റെ കട്ടയൊക്കെ ആവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പായസം എന്ന് വെച്ചാൽ പല രീതിയിലും ഉണ്ടാക്കാമല്ലോ. പായസം എന്നല്ല, ഏത് ഫുഡാണെങ്കിലും നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ബട്ടറും അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഷുഗർ അല്ലെങ്കിൽ കാരമലൈസ് ചെയ്തിട്ട് എടുത്തതിന് ശേഷമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണേ. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലോ ഫ്ലെയിമിലിട്ടിട്ട്, കാരണം പാൽ ഓൾറെഡി തിളച്ചതാണല്ലോ, അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളുടെ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വരാനുള്ള ടൈം കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ല ടേസ്റ്റോട് കൂടി, എന്നാൽ നല്ല കുറുകി നമുക്കിത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇത് വെന്തിട്ട് അതിൻ്റെ ബട്ടറൊക്കെ നല്ല മേലെ വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വറുത്ത മുന്തിരിയും കശുവണ്ടി പരിപ്പുമാണ്. അത് രണ്ട് ഞാൻ നെയ്യിൽ വറുത്തെടുത്തതാണ്. അതും കൂടെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത്, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അപ്പം ടേസ്റ്റി സേമിയ പായസം റെഡിയാണ്. അപ്പം ഇത് ഞാൻ ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം.